ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് ഇറച്ചിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഫൈൻലി ചോപ്ഡ്, അത് കീമ പോലെ ആക്കി വെച്ചിട്ടുണ്ട്, 1/2 കിലോ. അത് എന്തിനാണെന്നല്ലേ, നമ്മളിന്നൊരു സ്പെഷ്യൽ പൊറോട്ടാസ് ഉണ്ടാക്കാൻ പോകണം, ഇറച്ചി പൊറോട്ട. അപ്പോൾ ചിക്കനാണ് ഇറച്ചി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ചിക്കൻ്റെ ഫ്ലഷ്. ഇത് വേണമെങ്കിൽ ബീഫിലോ മട്ടണിലോ ഒക്കെ ചെയ്യാം, പക്ഷേ ചിക്കൻ്റെ ഇറച്ചി വെച്ചിട്ടാണ്. അപ്പോൾ ഇറച്ചി പൊറോട്ട തന്നെ പേര്. ഓക്കെ, അപ്പോൾ ഇറച്ചി പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഡോ കുഴയ്ക്കണം, പിന്നെ മസാല ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം ചിക്കൻ വെച്ചിട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അരിയാനുള്ള കാര്യങ്ങൾ ഇവിടെ റെഡി, പിന്നെ മാവ് കുഴയ്ക്കാനുള്ള സാധനം റെഡി, എല്ലാ കാര്യവും റെഡിയാണ്. അപ്പോൾ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് തുടങ്ങാം അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഒരു 10 വലിയ അല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ വലുതല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് 10-15 ചെറിയ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള, ഒരു 6ഓളം പച്ചമുളക്, ഒരു വലുതും ബാക്കി കുറേ ചെറുതാണ്. അങ്ങനെ ഞാൻ 6 ഉണ്ട്. ഓക്കെ, എങ്കിലും തീരെ ചെറുതിന് പകരം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു വലുതുണ്ട്, 2 ഭയങ്കര വലുതാണ് അത്. പിന്നെ ഒരു 3 വലിയ ടൊമാറ്റോ ആണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞു തുടങ്ങാം. ഇതൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതേപോലെ ഫൈൻലി ചോപ്ഡ് ഇഞ്ചി അരിഞ്ഞു. ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയുമായി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ആ ഒരു അളവിന്. അപ്പോൾ ഇഞ്ചി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇതും ഏതാണ്ടൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, 1.5 2. ഇനി നമുക്ക് പച്ചമുളകിനെ കൂടി അരിയാം. അപ്പോൾ ഇത് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ക്രമീകരിക്കുക. ഞാനൊരു കറക്റ്റ് അളവ് നമ്മുടെ പഴയ മാജിക് ഓവൻ്റെ ഒരു ബുക്കിലുള്ളതാണ്, പണ്ട് കാണിച്ചൊരു കാര്യമാണ്, അതിലെ മെഷർമെൻറ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയുണ്ട്. അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് പച്ചമുളക് അരിഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ 6 പച്ചമുളക് എടുത്താൽ മതി. ഓക്കെ, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 10 വലിയ അല്ലി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി ടൊമാറ്റോ അരിയാനുണ്ട്. അതൊരു കാര്യം ചെയ്യാം, നമുക്കിത് വഴറ്റി തുടങ്ങിയിട്ട് ടൊമാറ്റോ അരിയാം. ആ ഒരു സമയം ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇതാണെങ്കിലും ഇതൊരു ശരിക്കും പറഞ്ഞൊരു മുഗളായി ഡിഷാണ് ഈ ഇറച്ചി പൊറോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നെയ്യിലുണ്ടാക്കുന്നതാണെന്നല്ല, നെയ്യിലാണ് നമ്മൾ വഴറ്റുന്നത്. കുറച്ച് നെയ്യ് എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കേണ്ടത് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഇടണ്ട. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റും. അതിൻ്റെ ഒന്ന് വഴറ്റി ഇങ്ങനെ ഒന്ന് വാടി ചെറുതായി നിറം മാറാൻ തുടങ്ങണം. അപ്പം വഴറ്റി കളറ് മാറി ഒന്ന് നോക്കണം കേട്ടോ. മൂത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കൊത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കൊത്തി വെച്ചതാണ്, കീമ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കടയിൽ പറഞ്ഞാൽ അവർ കൊത്തി തരും, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വലിയ പീസസ്, ഒരു ചെറിയ പീസസ്, അത്യാവശ്യം ചെറിയ പീസ് ആക്കിയിട്ട് പിന്നെ മിക്സിയിലിട്ട് ഒരു അടി അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ആകും. നോക്കി, നല്ല മണം. ഇത് മൂത്ത് തുടങ്ങുമ്പോഴാണ് മണം വരുന്നത്, നെയ്യിലല്ലേ മൂക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്ത് തുടങ്ങി, കളർ മാറി ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മുടെ കൊത്തിയ ചിക്കൻ ഇടുന്നു. സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ഇരിക്കുന്നില്ലേ, ഏതാണ്ട് അങ്ങനെ ആകും. നോക്ക്, ഇനി ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അതിൽ കിടന്നിട്ടാണ് ചിക്കൻ വേകുന്നതും. അത് കഴിഞ്ഞിട്ട് അത് വറ്റും വേണം ആ വെള്ളം. ഓക്കെ, വെള്ളം ഇറങ്ങി വരുമ്പോൾ നോക്കി. ഇനി ഇതിനകത്ത് നമ്മൾ ഈ സമയത്ത് തന്നെ 2-3 കാര്യങ്ങളും കൂടി ചേർക്കണം. പ്രധാനമായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചു, അതുപോലെ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. ഇതിൽ ശരിക്കും പറഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, എന്നാലും 1 ടീസ്പൂൺ കുമിച്ചെടുക്കാം. നമ്മുടെ പിരിയൻ മുളക് പൊടി 1 ടീസ്പൂൺ. അപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ മീറ്റിന് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഇപ്പോൾ നോക്കിയേ, ഈ രീതിയിലാണ് ആകുന്നത്. ഇതെല്ലാം കൂടി കിടന്ന് ഒന്നിച്ചാടുന്ന വേഗം. അപ്പോൾ മുളക് പൊടിയും ചേർത്തു, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഇനി ഞാൻ തീ ഒരല്പം കുറച്ചു. അപ്പോൾ ഇനി ഇവിടെ പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം, ടൊമാറ്റോ. അപ്പോൾ 3 വലിയ ടൊമാറ്റോയും അരിഞ്ഞ് വെക്കണം. അത് കുഞ്ഞായിട്ട് അരിയണം. ഫൈൻലി ചോപ്ഡ്.
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നിട്ട് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും നമ്മുടെ ചിക്കൻ മീറ്റ്, ഇനി കുറച്ച് ഉപ്പും കൂടി ഈ കൂട്ടത്തിൽ തന്നെ, ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ അതും കൂടി പിടിക്കുമല്ലോ, ഉപ്പും കൂടി പിടിക്കും. ഇതെല്ലാം ആ വെള്ളമൊക്കെ ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർത്തത്. ആയല്ലോ. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ടൊമാറ്റോയും കൂടി ചേർക്കണം. ടൊമാറ്റോ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു. ടൊമാറ്റോയും പച്ചമുളകും. ഇതും വളരെ വളരെ ഈസി റെസിപ്പിയാണ്. ഇനി ഇത് ജസ്റ്റ് വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ടൊമാറ്റോ ഇടുന്നു, പച്ചമുളക് ഇടുന്നു, വഴറ്റുന്നു, പിന്നെ ഒരു കുഴമ്പ് പോലെ ആകും. ആ ടൊമാറ്റോയും വെന്തിങ്ങനെ കുഴഞ്ഞ് ഇതിനകത്തേക്ക് എന്താ പറയുക, എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു സ്റ്റേജ്. അപ്പം അതായി. ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡിയാക്കി ഒരു സൈഡിലേക്ക് വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാവ് കുഴയ്ക്കാം. ഇനി ഇച്ചിരി മല്ലിയിലയും കൂടി റെഡിയാക്കി വെക്കട്ടെ. ലാസ്റ്റ് കുറച്ച് മല്ലിയില വേണം. ഇതിനെല്ലാം മല്ലിയില മസ്റ്റ്. നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു കണ്ണുണ്ടായിരുന്നാൽ മതി എല്ലാ കാര്യത്തിലും. മല്ലിയില ഇവിടെ ഇരിക്കട്ടെ. അതുപോലെ വെള്ളമൊക്കെ വറ്റി. ഇനി ഞാൻ ഇതിലേക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കുള്ളൂ. ടൊമാറ്റോ ആൻഡ് പച്ചമുളക്. ഓക്കെ, തോരൻ മാതിരി ഇരിക്കും. ഈ ടൊമാറ്റോ, ഇത് 3 വലിയ ടൊമാറ്റോ ആൻഡ് പച്ചമുളക്. 6 ചെറുതല്ലെങ്കിൽ മീഡിയം. ഇത് സത്യത്തിൽ ഇത് ആ മുളകിൻ്റെ ഒരു എരിവാണ് കിട്ടേണ്ടത്. മുളക് പൊടി വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. ഇതിലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, നിർബന്ധമില്ല. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്തുള്ളൂ, പക്ഷെ ആവശ്യമില്ല. അതായത് മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ് ചേർക്കുന്നത്, പ്രത്യേകിച്ച് മീറ്റ് ഐറ്റംസൊക്കെ. ഒരു എന്താ പറയുക, നമ്മുടെ ടേമറിക് എന്ന് പറഞ്ഞാൽ ഒരു അണുനശീകരണ പ്രക്രിയയാണല്ലോ, അതിൽ ഉള്ള പ്രോപ്പർട്ടീസ്. അങ്ങനെ ആലോചിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. പക്ഷേ ഇതിൻ്റെ കളർ വൈസ് ഇതിൻ്റെ ചെറിയ ലൈറ്റ് ഓറഞ്ച് കളറാണ് വേണ്ടത്. ആ മഞ്ഞൾപ്പൊടി ചേർത്താൽ ആ കളർ കുറച്ചുകൂടി ഒന്ന് മാറും, അത്രേ ഉള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഒരല്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി മല്ലിയില അരിഞ്ഞ് വയ്ക്കാം. ടൊമാറ്റോ വെന്തിങ്ങനെ കുറച്ച് കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ യോജിച്ച എണ്ണ തെളിയുന്ന ഒരു സ്റ്റേജ്, അതാണ് നമുക്ക് വേണ്ടത്. തീ ഒരല്പം കുറച്ചിട്ടിട്ടുണ്ട്. ടൊമാറ്റോ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരട്ടെ. അതിൻ്റെ ആ വെള്ളമൊക്കെ വന്ന് ആ വെള്ളമൊക്കെ വറ്റി. ആഹാ, മല്ലിയില കഴിഞ്ഞു. ഇനി 2 സവാള, 2 വലിയ സവാളയാണ് വേണ്ടത്. ഓൾമോസ്റ്റ് ഒരു മീഡിയം ടു ബിഗ് സൈസ്. അത് അരിഞ്ഞ് വയ്ക്കാം. അതും ഫൈനലി ചോപ്ഡാണ്. ഇനിയാണോ സവാള ചേർക്കുന്നത് അല്ലേ? സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യമല്ലേ സവാള ചേർക്കുന്നത്, വഴറ്റി മൂപ്പിച്ചൊക്കെ എടുക്കാൻ. പക്ഷേ ഇതിന് സവാള ലാസ്റ്റാണ് ചേർക്കുന്നത്. വഴറ്റി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. സവാളയായിട്ട് ഇങ്ങനെ കിടക്കണം. അതാണ് അതിൻ്റെ ഐഡിയ. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ ഒരല്പം ഈർപ്പം ഇപ്പോഴും ബാക്കിയുണ്ട്, അത് മാറണം. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്. നോ പ്രോബ്ലം. വെരി നൈസ് മസാല. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ എരിവ് നോക്കി ചെയ്യാം. എരിവുള്ള മുളകാണെങ്കിൽ ഒരു 4 എണ്ണം ചേർത്താലും മതി. മുളക് പൊടി എന്തായാലും ഒരു ഹിറ്റ് ടീസ്പൂൺ മതിയാകും. അപ്പോൾ നന്നായിട്ട് വറ്റി ആ ഒരു എണ്ണ തെളിയുന്നൊരു പാകമായി കഴിഞ്ഞു. ഓക്കെ, എണ്ണ തെളിഞ്ഞ് വരുന്നു. നല്ലതായിട്ട് മൂത്തു. ടൊമാറ്റോ ഒക്കെ ഡ്രൈ ആയി ചേർന്നു. ഇനി ഇതിലേക്ക് മല്ലിയില, അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള. ഓക്കെ, 2 സവാളയും കൂടി ചേർക്കാം. അത് ഉള്ളിയും കൂടെ വരുമ്പോൾ ഉള്ളി ഒന്ന് വാടിയാൽ മതി. ജസ്റ്റ് കൂർന്ന് കിട്ടും. ഉപ്പൊക്കെ നോക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിലും ചേർക്കാമല്ലോ. ആ ഉള്ളിയുടെ പച്ചച്ചുവ മാറും ഈ ചൂടോടുകൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കല്ലേ. ആ ചൂട് കാര്യത്തിലല്ലേ ഇപ്പം. ജസ്റ്റ് ഒന്ന് വാടി ഇതിൻ്റെ കൂടെ ആയിക്കോളും. അപ്പോൾ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ തീ കൂട്ടി തന്നെ ഇട്ടേക്കുക. ഒരു പൊടിക്ക് ഉപ്പും കൂടി ചേർക്കാം മതി. എങ്കിലും സവാള ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞു. സംഭവം നല്ല തോർത്തിയെടുക്കുക എന്നുള്ള, ദാറ്റ് ഈസ് ഡ്രൈ ആയിട്ട് എടുക്കുക. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു ഓൾമോസ്റ്റ്.
ഇച്ചിരി മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഞാനിടും. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞു. നന്നായിട്ട് തോർന്ന് കിട്ടിയാലോ, ഡ്രൈ ആയിട്ട് വന്നു. ഇനി തീ ഓഫ് ചെയ്യാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഡേ ഇത്രയും മല്ലിയിലയും കൂടി ഞാനിടും, മാറ്റി വെച്ച മല്ലിയില. കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ, എന്നാലേ നമുക്കത് ഫില്ലിംഗ് ആയിട്ട്. ഇത് നമ്മുടെ ഇറച്ചി പൊറോട്ടയുടെ ഫില്ലിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തത്, കണ്ടല്ലോ അല്ലേ? വെരി ഫാസ്റ്റ്, വെരി ഈസി. ഈ ഫില്ലിങ് പല കാര്യങ്ങൾക്കും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇറച്ചി പൊറോട്ട മാത്രമല്ല, ഇപ്പോൾ ഒരു സമൂസ ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പഫ്സിൻ്റെ ഫില്ലിംഗ് ആക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. കഴുകാൻ അപ്പോൾ കട്ടിങ് ബോർഡിൻ്റെ ജോലി കഴിഞ്ഞു. ഇനി അത് തണുക്കുന്നൊരു സമയമുണ്ടല്ലോ, നമുക്കിനി മാവ് കുഴയ്ക്കാം. ദിസ് ഈസ് പൊറോട്ട അല്ലേ, ഇറച്ചി പൊറോട്ട ആയതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 3, 3.5, 4 കപ്പ് എടുത്താലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാകും. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മാവിന് ആവശ്യമുള്ള ഉപ്പിടും. ആൻഡ് ഓക്കെ, പിന്നെ ഇതിൽ ഇനി ആവശ്യത്തിന് വെള്ളം. ചപ്പാത്തി മാവ് പോലെ തന്നെയാണ്, പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഭയങ്കര ഓവർ ടൈറ്റ് ആക്കണ്ട. ഇതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. എണ്ണ ചേർത്താലും മതി, പക്ഷേ ഇത് കംപ്ലീറ്റ് നമ്മൾ നെയ്യിലല്ലേ ചെയ്യുന്നത്, അത് കാരണം നെയ്യ് തന്നെ ചേർക്കാം. ഇനി ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക് എത്ര വേണം വെള്ളം, അതനുസരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു പക്ഷേ വെള്ളം കൂടിയാലും കുഴപ്പമില്ല, ഒരല്പം മാവ് കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, അതൊരു വിഷയമല്ല. പക്ഷെ വെള്ളം കുറയരുത്. ആദ്യമേ വെള്ളം ഭയങ്കര ടൈറ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാവ് ഭയങ്കര ഹാർഡാകും. ഇച്ചിരി ലൂസായിട്ട് പിന്നെ വേണമെങ്കിൽ രണ്ടാമത് മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഒരു കണക്ക് അറിയുന്ന ഒരാളായതുകൊണ്ട് ഓക്കെയാണ്. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയക്കുറവുണ്ടെങ്കിൽ, വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിയാൽ കൂടിപ്പോയ അതിനകത്തേക്ക് ഇച്ചിരി മാവിട്ട് കുറേശ്ശെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ഇതാക്കിയെടുത്താൽ മതി. ഫൈനൽ സ്റ്റേജ് നോക്കിയേ, നല്ല സോഫ്റ്റ് ഒരു ഡോ, അത്രേ ഉള്ളൂ, ചപ്പാത്തിയുടെ മാവ് പോലെ. ഇത് നമുക്ക് അല്പം നേരം വെച്ചേക്കാം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ ഫില്ലിങ്ങും തടുത്ത് കിട്ടും. ഇത് നോക്കി നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അകത്തേക്ക് പോകും. ഇരിക്കട്ടെ, ഇങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ്സ് ഓവർ, എല്ലാ കാര്യങ്ങളും റെഡി. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിയാലോ. ചീനച്ചട്ടിയിൽ നിന്നും ഇങ്ങനെ നല്ല തോർന്ന രീതിയിലാണ്, ഡ്രൈ ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഈസ് റെഡി. ഇനി തുടങ്ങിയാലോ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇനി നമ്മുടെ ഇറച്ചി പൊറോട്ട റെഡിയാക്കണം. അപ്പോൾ സാധാരണ ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക, ഇതുപോലെ ഒരെണ്ണം. ഓക്കെ, ഇതിനകത്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ അങ്ങനെ അല്ല, കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ മാവും ഒരു 15 മിനിറ്റ് ആയിട്ടിരുന്ന് ഒന്നുകൂടി ഒന്ന് പദം വന്നിരിക്കുക. ഇതെടുക്കുക, എന്നിട്ട് കയ്യിലിച്ചിരി മാവിങ്ങനെ എടുത്തിട്ട്, അതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ രണ്ടാക്കാം. എന്നിട്ട് ഒരു ഹാഫ് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എന്തായാലും നമുക്ക് ബോൾസ് ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ആ പകുതി മാവിനെ എടുത്തിട്ട് ഇതിൽ നിന്നും ചെറിയ ഉരുളകൾ എടുക്കാം. ഓക്കെ, ചെറിയ ബോൾസ് ഏകദേശം ഒരുപോലെ സൈസിൽ. കയ്യിൽ അല്പം മാവ് കൂടെ എടുത്തിട്ട് പൊടി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് പൊടി കയ്യിലെടുക്കാം, ഒട്ടാണ്ടിരിക്കും. എന്നിട്ട് ഓരോ ബോളിനെ നമ്മളൊന്ന് റൗണ്ടാക്കുക. ഒരു പാത്രത്തിൽ ഇച്ചിരി
ഗോതമ്പ് മാവ് എടുത്ത് വയ്ക്കണം. ഇനി ഒരു കാര്യം ചെയ്യാം, ദേ നോക്കിക്കോളൂ. ഇതിനി നമ്മൾ കൈ കൊണ്ട് തന്നെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റാക്കാം. ചെറിയ ഡിസ്ക് പോലെ നമ്മൾ തന്നെ കൈ കൊണ്ട് ആക്കി വയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിറയ്ക്കാം. ഏകദേശം ഒരു 4 ടീസ്പൂണോളം 4 ടീസ്പൂൺ ഞാനിവിടെ നിറച്ച് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പോർഷൻ വയ്ക്കാം. എന്നിട്ട് സൈഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കൈകൊണ്ട് തന്നെ സത്യത്തിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് അകത്ത് നല്ല ഭദ്രമായിട്ട് ഇരിക്കുവാണ്. ഇത് ചെറുതായിട്ട് വേണമെങ്കിൽ നമ്മളൊരു റോളിംഗ് പിൻ വെച്ചിട്ട് ചെറുതായിട്ട് ഇതേ നോക്കിക്കോളൂ. അല്പം മാവർന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫ്ലാറ്റ് ആക്കണം എന്നില്ല, അത് ഇങ്ങനെ അത്ര മതി. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ആ ഫില്ലിങ് ഉള്ള ഭാഗം അത്രയും ഒന്നുകൂടി ഒന്ന് ഫ്ലാറ്റ് ആകണം, അത്രേ ഉള്ളൂ. ഒരുപാട് പരത്തിക്കൊണ്ട് പോകണ്ട. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരുവിധം തിക്കായിട്ട് തന്നെയാണ് പരത്തിയിരിക്കുന്നത്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാം. ഇനി ഈ പാത്രത്തിലേക്ക് നല്ലൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഓക്കെ, ഒരല്പം നെയ്യ് ഒഴിക്കണം. ഒരു ഷാലോ ഫ്രൈ പോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ കുറച്ചുകൂടി വലുതായിട്ടും ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ വലിയ ബോൾ എടുക്കുക, കുറച്ചുകൂടെ ഫില്ലിങ് വയ്ക്കുക, എന്നിട്ട് കുറച്ചുകൂടി വലിപ്പത്തിനുള്ളത് ചെയ്യാം. അപ്പോൾ ഇത് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പാറ്റേണിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. ഇതിപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി ചെറുതായിട്ട് വേണമെങ്കിലും ചെയ്യാം, അതും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ നെയ്യിലിങ്ങനെ കിടന്ന് 2 സൈഡും മുരിയണം. അപ്പോൾ നെയ്യ് തടവിയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷാലോ ഫ്രൈ മീൻ വർക്കില്ലേ, അതുപോലെ ഇച്ചിരൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലേ അതിങ്ങനെ 2 സൈഡും മുരിഞ്ഞ് വരുള്ളൂ. കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു വൈറ്റാണ്. ഇതൊക്കെ മുഗളായി ഡിഷസാണ്. മുഗളായി എന്ന് പറയുമ്പോൾ മുഗൾ ചക്രവർത്തിമാരുടെ ഡിഷസ് നല്ല റിച്ചാണ്. അവർക്കാണ് ഒരുപാട് എന്താ പറയുക വൈറ്റ് ഗ്രേവിയൊക്കെ ഉള്ളത്. വൈറ്റ് ഗ്രേവി എന്ന് പറയുമ്പോൾ ബദാം അരച്ചതും കാഷ്യൂ അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു ചെറിയൊരു കിസ്മിസിൻ്റെയൊക്കെ പോലെ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സ്വാദും കൂടി ഇറങ്ങി വരുന്നത്. അങ്ങനെ വൈറ്റ് ഗ്രേവി വെച്ചിട്ടൊക്കെ അവർക്ക് ഒരുപാട് ഐറ്റമല്ലേ മുഗളായി. അത് ഭയങ്കര റിച്ചായിരിക്കും, നല്ല ക്രീമി ആയിരിക്കും. അപ്പോൾ ഇതും അത്തരം ഒരു ഐറ്റമാണ് സ്റ്റഫ്ഡ് പൊറാട്ട. ഇപ്പം നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ സ്ട്രീറ്റ് ഫുഡുകളുടെ കൂട്ടത്തിൽ സ്റ്റഫ്ഡ് പൊറാട്ടാസൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതുപോലത്തെ പല ടൈപ്പ് ഓഫ് സ്റ്റഫിങ്. പിന്നെ ഇതിലെ സ്റ്റഫിങ് ഇതിപ്പോൾ നോൺ വെജിറ്റേറിയൻസിനല്ലേ ഈ ചിക്കൻ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വെജിറ്റേറിയൻസിന് ഓപ്ഷൻ ഞാൻ പറയട്ടെ. ഇതിന് ഈ ചിക്കന് പകരം നമ്മൾ പനീർ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പനീർ ഇടാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുന്നതിന് വരെ പൊടിച്ചിട്ടാലും മതി. പനീർ ഒരു നല്ല ഫില്ലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾ, കോളിഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഗ്രീൻ പീസൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു മസാല ഉണ്ടാക്കിയിട്ട് ചെയ്യാം. എന്താണെങ്കിലും പാറ്റേൺ സെയിമാണ്. സെയിം മസാല ഇതേപോലത്തെ ബാക്കിയെല്ലാം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതിവിടെ ചൂടായി തുടങ്ങി. ഈ പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ്. അല്ലല്ലേ, ഷാലോ ഫ്രൈ ആണ് കേട്ടോ. മുങ്ങി കിടക്കാനുള്ള എണ്ണയില്ല, പക്ഷേ ആവശ്യത്തിന് എണ്ണയുണ്ട്. ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിത് തിരിച്ചിടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, ആ സൈഡ് ഒരു ബ്രൗൺ ആകും. അപ്പോൾ ഇത് നെയ്യ് തീരുന്നതിനനുസരിച്ച് ഇച്ചിരി നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കാം. എങ്ങനെയുണ്ട് ഈ ഐറ്റം? ഇഷ്ടമായ? നല്ല അടിപൊളി കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൈഡ് ഡിഷൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ഒരു സാലഡ്, ഒരു റെയ്ത്ത പോലൊരു തൈരും ഒക്കെ വെച്ചിട്ടല്ലേ, ഉള്ളി ടൊമാറ്റോ, അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അച്ചാർ മാത്രം മതി. സാലഡ് വേണ്ട, ആക്ച്വലി പറഞ്ഞാൽ നല്ല കട്ടത്തൈര് മതി. കട്ടത്തൈരും അച്ചാറും നല്ല കോമ്പിനേഷൻ അല്ലേ. മുരിയട്ടെ, അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ്. ഇനി ചെറുതായി പൊള്ളിയൊക്കെ വരുന്നുണ്ട്. ഇതിനെ ഇനി കുറച്ചുകൂടി ചെറിയതായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതേ നോക്കി, ഒരു സൈഡ് ഞാൻ തിരിച്ചിടാൻ പോകുന്നു. പുള്ളിയൊക്കെ വന്നു തുടങ്ങി. ഇതുണ്ടോ ഗോൾഡൻ ആയി വരുന്നത്.
അപ്പോൾ ഏതാണ്ട് ഈ ഒരു കളറാകുമ്പോഴാണ് തിരിച്ചിടേണ്ടത്. നല്ല മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ആകും. ആ സമയം കൊണ്ട് നമ്മൾ അടുത്തത് ശരിയാക്കണ്ടേ. അത് അടുത്ത് ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെയിം മെത്തേഡ്, വേറെ കാര്യമൊന്നുമില്ല, എല്ലാം ഒരേപോലെ. ഡിസ്ക് ഇനി എണ്ണ ഉണ്ട് കേട്ടോ, നെയ്യ് അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. നല്ല ഒരു മണം. ഓക്കെ, സ്റ്റഫ്ഡ് പൊറാട്ടാസ്. ഇനി ഇതിൽ തന്നെ ബാക്കി അതുപോലെ ഞാൻ ചുട്ടെടുക്കാൻ പോകണം. ഓക്കെ, ഇത് രണ്ടിൻ്റെയും സൈസ് ഏകദേശം ഒരുപോലെ ആയാൽ മതി, മറ്റ് വിഷയങ്ങളൊന്നുമില്ല. നോക്കിക്കോളൂ. അപ്പോൾ നല്ലൊരു ഈ ഒരു കളറ് ഡിസ്ക് പോലെ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു സൈസ്, ഇതിനെക്കാട്ടിലും ചെറുതായിട്ടും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ചെറിയ ചെറിയ റൗണ്ട്സ് ആയിട്ട് നമുക്ക് ഇറച്ചി പൊറോട്ടാസ് തയ്യാറാക്കാം. സൈഡിലേക്ക് തിരിച്ചിടാം. കണ്ടല്ലോ, നല്ല ഗോൾഡൻ അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. തീ കൂട്ടിയും കുറച്ചും ചെയ്യുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇടുക, അത്ര മതി. പിന്നെ ഒരുപാട് ചൂടായും തോന്നുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് കൊടുക്കുക. എണ്ണ അങ്ങനെ ഭയങ്കരമായിട്ട് നെയ്യ് കുടിക്കുക അങ്ങനെയൊന്നുമില്ല. കുറച്ച് നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം അതിനകത്തുണ്ട്. രണ്ടെണ്ണം ഞാൻ എടുത്തില്ലേ. സെക്കൻഡ് വൺ. ഇങ്ങനെ ബാക്കിയും കൂടി ചെയ്യാം. അപ്പോൾ ഇതൊരു 3-4 കപ്പ് ഗോതമ്പ് മാവുണ്ടെങ്കിലും നമ്മൾ ഇത്രയും ഫില്ലിങ് തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ഇതിൻ്റെ ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സൈസ് മനസ്സിലായല്ലോ ഞാൻ എങ്ങനെ ചെയ്തതെന്ന്. ചെയ്യുന്ന മെത്തേഡ് എന്തായിരുന്നു എന്ന് മനസ്സിലായല്ലോ അല്ലേ. കുറച്ച് മാവിൻ്റെ സഹായത്തോടു കൂടി കയ്യിലെടുക്കുക, ഇതിൽ കുറച്ച് ഇടുക, എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഡിസ്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഷേപ്പ് ഒരേ സൈസ് ഉണ്ടായാൽ മതി. തുടക്കത്തിൽ അറ്റം ഒട്ടിക്കാൻ അതാണ് എളുപ്പം. അപ്പോൾ ഒരു സൈഡിൽ കൂടി ചുട്ടുകൊണ്ടിരിക്കാം, ഒരു സൈഡിൽ കൂടി നമുക്കിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഞാനിപ്പോൾ എടുത്ത മാവിൻ്റെ കണക്കനുസരിച്ചിട്ട് 3, 5, 6 ഏകദേശം ഒരു 12 എണ്ണം കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പ് ഗോതമ്പ് മാവ് മാത്രമേ എടുത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു 4 കപ്പ് എടുക്കുകയാണെങ്കിൽ 15 കിട്ടും, 15 16 കിട്ടും ഈ അളവിൽ. നെയ്യുടെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഇത്ര ഉണ്ടാക്കാനായിട്ടൊരു 6, ഏകദേശം ഒരു 1/2 കപ്പോളം നെയ്യ് വേണ്ടി വരും. 6 ടേബിൾ സ്പൂൺ 6-7 ടേബിൾ സ്പൂൺ വേണ്ടി വരും ടോട്ടലായിട്ട്. കുറച്ച് മാവിൻ്റെ സഹായത്തോടു കൂടി കയ്യിലെടുക്കുക, ഇതിൽ കുറച്ച് ഇടുക, എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഡിസ്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഷേപ്പ് ഒരേ സൈസ് ഉണ്ടായാൽ മതി. തുടക്കത്തിൽ അറ്റം ഒട്ടിക്കാൻ അതാണ് എളുപ്പം. എന്നിട്ട് ഫില്ല് ചെയ്യുന്നു. മാക്സിമം ഫില്ലിങ് നമുക്ക് കൊടുക്കാൻ നോക്കാം. ആ ഫില്ലിങ്ങിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണ്. പിന്നെ ഇത് ചിക്കനാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് മീറ്റ് വേണമെങ്കിലും ആകാം. മട്ടൺ ആകാം, മീൻസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റേറിയൻ ഓപ്ഷൻസ് അതും ആകാം. ഇച്ചിരി കൂടുതൽ വെച്ചോളൂ. അതായത് ഇതെന്തായാലും നമ്മൾ ചെറുതായിട്ട് തട്ടി പരത്തിയല്ലേ എടുക്കുന്നത്. ആ അറ്റം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളമൊന്നും വെക്കണ്ട, അത് തന്നെ സ്വന്തമായിട്ട് സ്റ്റിക്കായിക്കോളും. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്താൽ മതി. ചെറുതായിട്ട് നോക്കി കൈ കൊണ്ട് തന്നെ ചെയ്യാനുള്ള കേസേ ഉള്ളൂ. ഈവൻ റോളിംഗ് പിന്ന് പോലും നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ റോളിംഗ് പിന്ന് യൂസ് ചെയ്യാതെ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കോളൂ.
ഞാനിപ്പോൾ 1-2 ഒന്നിച്ച് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വിൽ സ്റ്റാർട്ട് മേക്കിംഗ്. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം കൈ കൊണ്ട് തന്നെയാണ് പ്രസ് ചെയ്യുന്നത്. റോളിംഗ് പിന്നില്ലാണ്ട് ചെയ്ത് കാണിക്കും. കൈ കൊണ്ട് തട്ടി 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 നമ്മൾ ഉണ്ടാക്കും. വെച്ച ഉടനെ തന്നെ സൈഡ്സ് സീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തോളുമല്ലോ. എന്നിട്ടിങ്ങനെ ചെറുതായിട്ട് മാവിട്ടിട്ട് പാറ്റ് ചെയ്ത് കൊടുക്കുക. മറു സൈഡ് എടുക്കുക. സെയിം പ്രിൻസിപ്പിൾ, സൈഡ്സ് ചെറുതായിട്ട് ഒട്ടിക്കുക. ഇങ്ങനെ കഴിയും, പണി കഴിയും. ഈ സൈസിൽ നമുക്കെടുക്കാം. ഇനി അതിലേക്ക് ഇടുന്നതിന് മുന്നേ ആ എക്സസ് ഉള്ള മാവൊന്ന് ചെറുതായിട്ട് തട്ടിക്കളയും. ഓക്കെ, ഇനി 1 by 1 ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ പരത്തി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ടല്ലേ കാണിച്ചത്, ഇതിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചായി. ശരിക്കും പറഞ്ഞാൽ നല്ല പുള്ളി ഇങ്ങനെ വരും കേട്ടോ. നോക്കി, ഇനി ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ഒരെണ്ണത്തിൻ്റെ അടുത്ത് നമ്മുടെ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. സീരിയസ് സ്റ്റഫിങ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നല്ലേ. ഇതാണ് നമ്മുടെ ഇറച്ചി പൊറോട്ട. ഓക്കെ, മീറ്റ് പൊറാട്ടാസ്. ഇത് ചിക്കൻ്റെ മീറ്റാണ്. ഓക്കെ, നൈസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉള്ള അത്രയും ഭാഗത്തും ഫില്ലിംഗ് ഉണ്ടാകും. അറ്റത്തൊന്നും ഇല്ല, അങ്ങനത്തെ വിഷമമൊന്നും വേണ്ട. ഇതെല്ലാ ഭാഗത്തും ഉണ്ടാകും. ഇപ്പം ഞാനൊരു 6 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ബാക്കി 6 എണ്ണത്തിൻ്റെ മാവ് ഇരിക്കുന്നുണ്ട്. പ്ലസ് ആവശ്യം പോലെ സ്റ്റഫിംഗ് ഉണ്ട്. ഒരു 10-20 എണ്ണം ഉണ്ടാക്കാനുള്ള സ്റ്റഫിംഗ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതെല്ലാം ഞാൻ താഴെ കൊണ്ടുപോയിട്ട് ബാക്കി അവിടെ പോയി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ചൂടായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് കണ്ടല്ലോ അല്ലേ, നല്ല കറക്റ്റ് സ്റ്റഫിങ്. അതായത് ഈ ഡിസ്ക് എത്ര വട്ടം, ആ വട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫില്ലിങ് ഉണ്ടാകും. ഓക്കെ, അറ്റത്തില്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ഇച്ചിരി കട്ടിക്ക് തന്നെ ആ ഒരു സൈസിലും ഷേപ്പിലും എടുക്കുക. ഇത് ചൂടോടുകൂടി കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. കാര്യം പുറമേ നല്ല കരിവരിപ്പും പിന്നെ ആ ഒരു സ്വാദോടുകൂടി കഴിക്കാം. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആഹാ, ഒരു രക്ഷയില്ല. വെരി വെരി ടേസ്റ്റി. കറി പോലും വേണ്ട, സൈഡൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. എന്ത് ടേസ്റ്റ് അറിയോ? ഞാനിത് കഴിക്കുവാണോ ടേസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ? കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റ്. അത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഇതെനിക്ക് ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. കുറേ നാൾ മുന്നേ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ്ബുക്കിലോ മറ്റാണെന്ന് തോന്നുന്നു ഈ റെസിപ്പി ഉള്ളത്. എന്തായാലും വെരി ഈസി, നമ്മുടെ ഇറച്ചി പൊറോട്ട. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നിങ്ങളത് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ സന്തോഷം. ഇനിയും നല്ല നല്ല റെസിപ്പീസ്, നമ്മുടെ ക്രിസ്മസ് സീരീസൊക്കെ തുടങ്ങാൻ സമയമായി വരുന്നു. ഈ ഒരാഴ്ചയും കൂടെ കഴിയട്ടെ, നമ്മളത് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ നല്ല റെസിപ്പീസ് ഈ ആഴ്ചയിൽ ഞാൻ ഇനിയും 1-2 റെസിപ്പീസും കൂടി ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ സജഷൻസ് എല്ലാം മനസ്സിൽ കാണുന്നുണ്ട്. പിന്നെ പഫ്സിൻ്റെ കാര്യം എപ്പോഴും പറയുന്നുണ്ട് എല്ലാവരും. അത് ഞാൻ ഈ ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ട്, നമ്മുടെ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പഫ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.